നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ആരാ വരുന്നേ? അതിലേ ഹരികൃഷ്ണനും അഭിലാഷും വന്നിരിക്കുന്നു മോളെ. എന്താ ഹരിചേട്ടാ, വരുന്ന കാര്യം വിളിച്ചു പോലും പറഞ്ഞില്ലല്ലോ. എന്താ ഏട്ടാ, മുഖമൊക്കെ വല്ലാതിരിക്കുന്നു, എന്തു പറ്റി? എനിക്കൊരു കാര്യം പറയാനുണ്ട്, അല്ല ചോദിക്കാനുണ്ടായിരുന്നു. അതിനെന്താ, വാ അതേ വാ, മുറ്റത്തൊന്നും സംസാരിക്കണ്ട, വാ. രണ്ടുപേരും ഇരിക്കെ. വേണ്ട, ഞങ്ങളിവിടെ നിന്നോളാം. ഒരു കാര്യം അങ്ങളോട് നേരിട്ട് ചോദിക്കാനാണ് ഞാൻ വന്നത്. എനിക്കറിയാം മോനെ, ഞാൻ പത്മിനിയോട് അല്പം മുമ്പ് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളെയൊക്കെ അപമാനിക്കുന്ന തരത്തിലാ പത്മിനിയോട് വെച്ച് സംസാരിച്ചത്. അവൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ശേഖരനെയും വിളിച്ച് മാപ്പ് പറയണം. അതിനെ കുറിച്ചൊന്നും പറയാനല്ല ഞാൻ വന്നത്. അതിനേക്കാളൊക്കെ സീരിയസ് ആയ വേറൊരു സംഭവം ഉണ്ടായി. വേറെ അതിനേക്കാളും സീരിയസ് ആയ സംഭവം? അതെ, അങ്കിൾ ആ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് എനിക്ക് 8 ലക്ഷം രൂപ തന്നില്ലേ? ഇവരൊക്കെ അറിഞ്ഞിട്ടാണോ വന്നത്? ഞാൻ ആകെ പെട്ടല്ല ദൈവമേ. അങ്കിളിനോടാ ചോദിച്ചത്. അതെ, തന്നു. വാസു അത് എണ്ണി തിട്ടപ്പെടുത്തിയത്. അതിലെന്തെങ്കിലും കുറവുണ്ടോ? അത് മുഴുവനും നഷ്ടപ്പെട്ടു. എന്താ ഹരി പറയുന്നത്? അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയെന്നു? അതെ, എന്റെ ചെറിയമ്മയും ആതിരയുടെ അമ്മയും തമ്മില് ഒരു സാരിയുടെ വിലയുടെ പേരിൽ വാക്കുതർക്കം ഉണ്ടായില്ലേ? അപ്പൊ ഞാൻ ആ സഞ്ചി ഒരു കസേരയിൽ വെച്ചു. എന്നിട്ട് ആ തർക്കത്തിൽ ഇടപെട്ടു. ആകെ വിഷമിച്ച ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഷോപ്പിലെ ബില്ല് പോലും സെറ്റിൽ ചെയ്യാൻ ഈ അഭിലാഷിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. ബൈക്കിൽ കുറച്ച് അങ്ങോട്ട് പോയപ്പോഴാ പണത്തിന് സഞ്ചി എടുത്തില്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. തിരിച്ച് കടയിൽ ചെന്നപ്പോ അതവിടെ ഇല്ല. അച്ഛനെ വിളിച്ച് ചോദിച്ചപ്പോ അച്ഛനും എടുത്തിട്ടില്ല എന്നാ പറഞ്ഞു. അവിടുന്ന് ആതിരെ വിളിച്ചു നോക്കി. അപ്പൊ ആതിരയുടെ ഫോൺ സ്വിച്ച് ഓഫ്. അങ്കിൾ എടുത്തോ അത്? ഇല്ല, ഞാനൊന്നും എടുത്തില്ല. എന്റെ തൊട്ടടുത്തിരുന്നത് അങ്കിളല്ലേ? അതിന്റെ തൊട്ടടുത്താ ഞാൻ പണം വെച്ചിരുന്നത്. അപ്പൊ അങ്കിളല്ലാതെ മറ്റാരെടുക്കാനാ? Stop it! എന്താ ചോദിച്ചത്? അങ്കിൾ അല്ലാതെ മറ്റാരെടുക്കാനാണോ? അതിലെന്താ തെറ്റ്? എന്താ തെറ്റെന്നോ? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അച്ഛനത് മോഷ്ടിച്ചെന്നല്ലേ പറഞ്ഞോണ്ട് വരുന്നത് അല്ലേ? ദേ നോക്ക്, ഈ പറഞ്ഞത് ഹരിചേട്ടൻ അല്ലായിരുന്നെങ്കിൽ ഇവിടെ നടക്കുക വേറെ ചിലതായിരുന്നു, അറിയോ? കൊള്ളാം കൊള്ളാം, കഥ വേറൊരു വഴിക്ക് തിരിയുന്നു. അങ്ങനെ അങ്ങ് പോട്ടെ. ഈ സഞ്ചിയ ഒരേ ഒരു തെളിവ്. ഇതിവിടെ ഉണ്ടാവാൻ പാടില്ല. അന്വേഷണം ഈ വഴിക്കെങ്ങാനും വന്ന ഞാൻ കുടുങ്ങും. അതിരെ അങ്കിള് കാശ് മോഷ്ടിച്ചെന്ന് ഞാൻ പറഞ്ഞോ? അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഹരിച്ചേട്ടൻ അങ്ങനെ ഒരു സംശയം ഉണ്ടായി. ഒരു സംശയം ഉണ്ടായില്ല എന്നുവെച്ചാ തീർച്ചയാണെന്ന് അല്ലേ? എന്തിനാ അതിരെ വെറുതെ വേണ്ടാത്തതൊക്കെ ചിന്തിച്ച് ഇങ്ങനെ അനാവശ്യമായ ആരോപണങ്ങളൊക്കെ എടുത്തിടുന്നത്? പോയത് 1-2 രൂപയല്ല, 8 ലക്ഷം. ആ 8 ലക്ഷം രൂപ തന്നതാരാ? എന്റെ അച്ഛനല്ലേ? പിന്നെ എന്തിനാ അച്ഛനത് തിരിച്ചെടുക്കണം?
എന്റെ അച്ഛനെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഇത് വല്ലാതെ അതിരി കടന്നു. എന്ത് അതിര് കിടന്നാ അതിരെ പറയുന്നേ? ഒന്നും മനസ്സിലാകാത്തത് പോലെ നീ ഇങ്ങനെ ഓരോന്ന് പറയുന്നതിനാ? ഒന്നും മനസ്സിലാകാത്ത പോലെ ഇപ്പൊ സംസാരിക്കുന്നത് ഹരിച്ചേട്ടനാ. എന്റെ അച്ഛന്റെ അധ്വാനത്തെ കുറിച്ച് ഒരിക്കൽ വല്ലാതെ വാചാലനായല്ലോ. അച്ഛൻ സമ്പാദിക്കുന്ന ഓരോ രൂപയും ആ വിയർപ്പിന്റെയും കഷ്ടപ്പാടിന്റെയും വിലയാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതൊക്കെ അന്ന് എന്നെ സമാധാനപ്പെടുത്താനുള്ള വെറും വാക്കുകളായിരുന്നു അല്ലേ? ആത്മാർത്ഥത ഒട്ടുമില്ലാത്ത വെറും നുണകളായിരുന്നു അല്ലേ? ഇവരുടെയൊക്കെ മുന്നിൽ എന്നെ ഒരു കുറ്റവാളിയാക്കി നിർത്തിയിട്ടും എല്ലാം സഹിച്ചും കേട്ട് ഞാൻ നിന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എന്റെ ഈ മകളെ ഓർത്ത്, അവളുടെ ഭാവി ഓർത്ത്. നീ പറയുന്ന 8 ലക്ഷം രൂപ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. അത് നഷ്ടപ്പെട്ടു എന്നറിയുമ്പോ നിന്നെക്കാൾ വേദനിക്കുന്നത് ഞാനാ. ആ എന്നെയാ എല്ലാവരുടെയും മുന്നിൽ ഇപ്പൊ കള്ളനാക്കി നിർത്തിയിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? എന്റെ നിയന്ത്രണം കൈവിട്ടു പോകും മുമ്പ് ഒന്ന് പുറത്തിറങ്ങി തരാമോ? മോളെ, അച്ഛനൊന്നും മിണ്ടാതിരിക്കെ. അതിരെ ഞാൻ കേൾക്കണ്ട. ചുമ്മാ വായി തോന്നിയത് ഓരോന്ന് വിളിച്ചു പറയാതെ പോ അവിടുന്ന്. അതിരെ ഞാനൊന്ന് പറയട്ടെ. പറഞ്ഞല്ലോ ധാരാളം. ഈ വീട്ടിലേക്ക് കയറി വന്ന് എന്റെ അച്ഛനെ അധിക്ഷേപിക്കുന്നത് ഞാൻ കേട്ടു നിൽക്കുകയും ചെയ്തല്ലോ. കാരണം എന്താണെന്നറിയോ? ഇതാ ഇത്. എന്റെ വിരലിൽ കിടക്കുന്ന ഈ മോതിരം ഉണ്ടല്ലോ, ഒരിക്കൽ ഊരിത്തരാൻ തുടങ്ങിയതാ ഞാൻ. വീണ്ടും അതിനുള്ള അവസരം ഉണ്ടാക്കരുത്. എന്താ മോളെ നീ പറയുന്നത്? ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ, ഒന്നും ചെയ്തില്ലല്ലോ. ഇനി ഇവിടെ നിന്ന് അതും ചോദിച്ചു വാങ്ങുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതാ നല്ലത്. അച്ഛൻ വാ വാ. സിറ്റുവേഷൻ ശരിയല്ലായി, പോകുന്നതാ ബുദ്ധി. നീ വാ വാ. ഒക്കെ ശുഭം. ഇനിയിപ്പോ ആതിരേട്ടനെ കല്യാണം വേണ്ടെന്ന് വെച്ചോളൂ. ആ, ഇടപെടലൊന്നും വേണ്ട. കാശ് എനിക്ക് എത്രയോ ലാഭം. ഇതിനുള്ള നന്ദി സാക്ഷാൽ ദൈവത്തോട് തന്നെ പറയണം. വിട്.